ഗോകുൽ, എന്തായാലും ലോകകപ്പ് ആവേശം അത് വലിയ നിലയിൽ തന്നെ കേരളത്തിലും ഉണ്ടാകുകയാണ്. ഇഷ്ടപ്പെട്ട ടീമിനോട്, ഇഷ്ടപ്പെട്ട താരങ്ങളോടൊക്കെയുള്ള ആ സ്നേഹം, ആവേശം, അതൊക്കെ പല നിലയിൽ പ്രകടിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. ഇവിടെ ഒരു ബ്രസീൽ ആരാധകന്റെ കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. ബ്രസീൽ ടീമിനോടുള്ള ആരാധന മുത്താൽ പിന്നെല്ലാം മഞ്ഞയുടെ അധിനിവേശം പോലെയാണ് ഈ ആരാധകന്. കാസർഗോഡ് പുല്ലൂർ ഉദയനഗറിൽ ബ്രസീൽ ഭ്രമത്തിൽ ഒരു കടയുടെ നിറം തന്നെ മാറ്റിയിരിക്കുകയാണ് ഒരു ആരാധകൻ. ആദ്യ കളിയിലെ സമനിലയൊന്നും കാര്യമില്ല. 6ാം ലോക കിരീടം ചൂടിയ കാനറിപ്പട കൂടാരം കയറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ആരാധകൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂർ ഉദയനഗർ ജംഗ്ഷനിലെ ഗോവിന്ദ് സ്റ്റോറിലാണ്. പക്ഷേ ഈ കടയ്ക്കിപ്പോൾ പച്ചയും മഞ്ഞയും നീലയും നിറങ്ങൾ പൂശിയപ്പോൾ ഈ ഗോവിന്ദ് സ്റ്റോർ എന്ന പേര് ഈ നാട്ടുകാർ മാറ്റി ബ്രസീൽ സ്റ്റോർ എന്നാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആ കട ഉടമ പ്രവീൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിപ്പം നിങ്ങളുടെ കടയുടെ പേരൊക്കെ മാറ്റിയിട്ടാണ് നാട്ടുകാർ വിളിക്കുന്നത്? അതെ, തീർച്ചയായും എല്ലാവരും മാറ്റിയിട്ടാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാ? അത് ബ്രസീലിന് മൊത്തം ബ്രസീൽ മയമായി മാറിക്കഴിഞ്ഞു കട മൊത്തം. അതുകൊണ്ട് നല്ലൊരു ഇതാണ് നാട്ടുകാർക്കും കുട്ടികൾക്ക് ആരായാലും സ്കൂൾ കുട്ടികൾക്കെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അഭിമാനം പോലെ, സ്വന്തം ടീമിൻ്റെ സ്ഥലത്ത് ഇതാക്കി ഇരിക്കുന്ന പോലെ ഒരു അഭിമാനമുണ്ട് കുട്ടികൾക്കെല്ലാം. എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഭയങ്കര കട്ട ഫാനാണോ? തീർച്ചയായിട്ടും കുഞ്ഞുനാളിലൊരു ബ്രസീലിനോടുള്ളൊരു ആരാധന കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ നെയ്മറിൻ്റെ ഒക്കെ ചിത്രം വെച്ചു, ഒരു പെലയുടെ ചിത്രം കാണുന്നില്ല. അത് സമയം കിട്ടിയില്ല, ആളെ കിട്ടുന്നില്ല. ഫ്ലക്സ് മറ്റെന്തിനായാലും തിരക്കാണ്, എഴുതുന്ന ആളായാലും വരയ്ക്കുന്ന ആളായാലും ആർക്കും ടൈമില്ല. ഇപ്പോൾ പറ്റൂല, ഫോൺ എടുക്കാത്ത അവസ്ഥയാണ്. വിളിച്ചാൽ അവിടെ അടുത്ത സുഹൃത്തുക്കൾ ചെയ്തിരുന്നെങ്കിലും അവരും പിന്നീട് പറയും അത് പറ്റുന്നില്ല, ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയും തിരക്ക്. ഫ്ലക്സ് പൂർണ്ണമായിട്ടും വേണ്ട, അങ്ങനെ ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ട് വെച്ചിട്ടാണ് വരച്ചത്. തീർച്ചയായും അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു നല്ലൊരു സന്ദേശം കൊടുക്കാൻ പറ്റുമല്ലോ. ഇപ്പം ബ്രസീൽ ഇപ്പം ഒരു കളി കഴിഞ്ഞു, കുറച്ച് കടുപ്പാണ്. എന്താണ് അവസ്ഥ? അഞ്ച് കപ്പ് ഉണ്ടെന്നൊക്കെയാണ് ആരാധകർ പറയുന്നതെങ്കിൽ 5 കപ്പ് മതിയോ? അല്ല, ഇപ്രാവശ്യം കിട്ടുമല്ലോ, അപ്പോൾ 6 ആവുമല്ലോ. പ്രാവശ്യം കിട്ടും, ഉറപ്പാണ്? തീർച്ചയായും കിട്ടും. ഇപ്പോഴത്തെ ഒരു കളിയിൽ ഒരു സമനിലയിലോ ഒരു തോൽവിയിലോ ഒരിക്കലും ഒരു ടീമിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അർജന്റീന ഫസ്റ്റ് കളി കഴിഞ്ഞ വേൾഡ് കപ്പിൽ തോറ്റിട്ടില്ല, അവർ കപ്പടിച്ചില്ലേ. അപ്പോൾ അത് ശരിയല്ല പറയുന്നത്. വിമർശനം നല്ലത് തന്നെ, എന്നാലും നമ്മൾ ജയിക്കും. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തിട്ട് മുമ്പോട്ട് പോകും. നെയ്മറിനൊക്കെ പരിക്കാണ്, എങ്ങനെയാണ് പറയുന്നത്? പരിക്ക് അങ്ങനെ ഫസ്റ്റ് ലൈൻ നല്ല നല്ല പ്ലെയർ ഇട്ടിട്ടും വലിയ കൂടുതൽ പരിക്ക് പറ്റിയാൽ പിന്നെ നമുക്ക് സെമിയിൽ ഫൈനലിൽ കളിക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് മറ്റുള്ളവർ മനഃപൂർവ്വം പരിക്കുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ നല്ല നല്ല പ്ലേയേഴ്സ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കും. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കടയൊക്കെ ഇങ്ങനെ മൊത്തം ബ്രസീലിൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഇവിടെ കളി കാണാനുള്ള സംവിധാനം കൂടി ആക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആക്കും, ഉണ്ടാവും. ബ്രസീലിൻ്റെ കളി മാത്രമായിരിക്കും? അല്ല, എല്ലാ കളി നമുക്ക് സ്പോർട്സ് പിരിട്ടല്ല, അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കളിക്കും. ഉദയനഗർ ജംഗ്ഷനിൽ ഞാൻ ഇവിടെ എത്തി കാണുമ്പോൾ അർജന്റീനയുണ്ട്, പോർച്ചുഗലുണ്ട്, ഇക്വഡോറുണ്ട്, അങ്ങനെ ജർമ്മനി, അങ്ങനെ സകല ടീമുകളുടെയും ആരാധകരുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു വൈകാരിക പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, ഇത്തവണ കപ്പ് ബ്രസീൽ നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അദ്ദേഹത്തോടൊരു ആശംസ കൂടി അറിയിക്കുകയാണ്. ക്യാമറമാൻ വിനോദിനൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.